നമ്മളൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഗർഭഛിദ്രത്തിന് എല്ലാ സ്ത്രീകൾക്കും അവകാശമെന്ന് സുപ്രീംകോടതി. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭർത്താവിന്റെ ലൈംഗിക പീഡനവും ബലാത്സംഗമായി കണക്കാക്കാം. അവിവാഹിതരായ സ്ത്രീകൾക്കും ഗർഭഛിദ്രത്തിന് അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. വിവരങ്ങളുമായി അപർണ കുറുപ്പ് ചേരുകയാണ്. അപർണ, വിവാഹിതർ അവിവാഹിതർ എന്ന വേർതിരിവ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രധാനമായ വിധി സുപ്രീംകോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഉത്തരവിന്റെ ഉള്ളടക്കം? തീർച്ചയായും രേണുക, അങ്ങനെയുള്ള ഒരു ഭരണഘടന, ഒരു വേർതിരിവ് ഇനി മുതൽ ഉണ്ടാകുന്ന വിധിന്യായങ്ങളിൽ എത്രത്തോളം ഒഴിവാക്കേണ്ടതായി വരും എന്നുകൂടി സൂചിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു വിധി നിർണയത്തിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നു. ഇന്ത്യൻ കുടുംബ വ്യവസ്ഥയിൽ തന്നെ ഏറെ മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഏറെ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒരു വിധി. ഗർഭഛിദ്രം സ്ത്രീകളുടെ അവകാശമാണ്. അതിൽ അവിവാഹിതരായ സ്ത്രീകൾക്കും പൂർണ്ണ അവകാശമുണ്ട് എന്ന് കോടതി പറയുന്നു. അതായത് ഇതുവരെയുള്ള ഗർഭഛിദ്ര നിയമം അനുസരിച്ച് 1971 മെഡിക്കൽ പ്രഗ്നൻസി ടെർമിനേഷൻ ആക്ട് പ്രകാരം 20 ആഴ്ച വരെയാണ് അവിവാഹിതരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭഛിദ്രം അലസിപ്പിക്കാനുള്ള സമയപരിധി, അല്ലെങ്കിൽ അങ്ങനെ അനുവദിച്ച് ലഭിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് 24 ആഴ്ച എന്ന് പറയുന്നത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ സമാനമായിട്ടുള്ള ഒരു കേസ് DY ചന്ദ്രചൂഡ് തന്നെ അധ്യക്ഷനായ ഒരു ബെഞ്ചിന് മുന്നിൽ എത്തിയിരുന്നു. അന്ന് അതൊരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് 24 ആഴ്ചയാണെങ്കിലും ഗർഭം അലസിപ്പിക്കാനുള്ള അനുമതി അന്ന് കോടതി നൽകിയിരുന്നു. അന്ന് തന്നെ നിയമവൃത്തങ്ങളിൽ നിന്ന് വിലയിരുത്തൽ ഉണ്ടായതാണ്. ഒരുപക്ഷെ വലിയ സുപ്രധാനമായ ഒരു വിധിയിലേക്ക് 71 പ്രഗ്നൻസി ടെർമിനേഷൻ ആക്ട് തന്നെ അപ്രസക്തമാക്കുന്ന രീതിയിലേക്ക് ഒരു വിധി ഉണ്ടായേക്കുമെന്ന് അന്ന് തന്നെ ഒരു സൂചനകൾ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 24 ആഴ്ച വരെ, അതായത് മുൻപ് 20 ആഴ്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ 24 ആഴ്ച, 5 മാസം എന്നുള്ളതിൽ നിന്ന് 6 മാസത്തെ സമയ നൽകിക്കൊണ്ട് 6 മാസം വരെ അവിവാഹിതരായ സ്ത്രീകൾക്കും വിവാഹിതരായ സ്ത്രീകളെ പോലെ തന്നെ അവിവാഹിതരായ സ്ത്രീകൾക്കും ഗർഭം അലസിപ്പിക്കാനുള്ള ഒരു അനുമതിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വിഷയം, വിവാഹിതരായ സ്ത്രീകളുടെ വിഷയത്തിലും സമ്മതമില്ലാതെ നടത്തുന്ന ലൈംഗിക വീഴ്ച, ഭർത്താവിന്റെ ലൈംഗിക വീഴ്ച പോലും ലൈംഗിക പീഡനമായും ബലാത്സംഗമായും കണക്കാക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നത്. ഗർഭഛിദ്രത്തിനുള്ള അവകാശം വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമാണ് എന്നുള്ള ഒരു പരാമർശം കൂടി അതിനകത്ത് നടത്തിയിരിക്കുന്നു. അതായത് മാരിറ്റൽ റേപ്പ് എന്ന കൺസേണിൽ ഗർഭഛിദ്രത്തിനുള്ള അവകാശം വിവാഹിതരായ സ്ത്രീകൾക്ക് ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇനി അത്തരം ചില കേസുകളുമായി ബന്ധപ്പെട്ട പ്രാദേശിക കോടതികളിലും സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിലും എല്ലാം വിവാദപരമായിട്ടുള്ള ചില പരാമർശങ്ങളും കേസുകളും എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വിധി, വിവാഹിതരായ സ്ത്രീകൾക്ക് ഗർഭഛിദ്രം അലസിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അവിവാഹിതരായ സ്ത്രീകൾക്ക് ഗർഭഛിദ്രം അലസിപ്പിക്കാനുള്ള സമയപരിധി, ഇത് രണ്ടിലും ബാധകമാകും. അങ്ങനെ ഇനി വരാനിരിക്കുന്ന കേസുകളിൽ പോലും വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കാൻ ഇടയുള്ള ഒരു വേർഡിക്റ്റാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, അപർണ കുറുപ്പാണ് വിവരങ്ങൾ നൽകിയത്. ഗർഭഛിദ്രത്തിന് എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്.